അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കർ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിരവധി ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ചേലക്കരയിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. കിടപ്പ് രോഗികൾക്ക് സ്വാന്തനമേകി ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2026 ജനുവരി 31 ശനിയാഴ്ച പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹസംഗമവുമാണ് സംഘടിപ്പിച്ചത്. ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരും മാസ്കില്ലാതെ ശ്രദ്ധിക്കാനില്ല. അങ്ങനെ ആരും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് പാലിയേറ്റീവ് രംഗത്ത് നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വലിയ സഹായമാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതികളുടെ പരിഗണനയ്ക്കെല്ലാം അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അവരുടെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരു കേരളം കൂടി നമുക്ക് വേണം. നമ്മുടെ നാട് മാതൃകയാകേണ്ട അത്തരം കാര്യങ്ങൾ കൂടിയാണ്. എല്ലാ മനുഷ്യരും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ നമ്മുടെ സംവിധാനം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നല്ലപോലെ നടപ്പിലാക്കാൻ കഴിയുന്നത്. അത് കൂടുതൽ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും നമുക്ക് എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാം. നമ്മുടെ നാടിൻ്റെ പുരോഗതിയോടൊപ്പം തന്നെ വികസനത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു പോകേണ്ടതുണ്ട്. മാറാരോഗങ്ങൾ മൂലമോ അപകടങ്ങൾ മൂലമോ കിടപ്പിലായ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാനസികവും ശാരീരികവുമായ കരുത്ത് പകരുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്ത് തന്നെയാണെങ്കിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 100ഓളം വരുന്ന കിടപ്പ് രോഗികളെ ചേർത്ത് പിടിക്കാൻ ചേലക്കരയിലെ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഭരണസമിതി ഒറ്റക്കെട്ടായി ഒരുമിച്ച് അതിനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ഏകദേശം 5 രോഗികളെ നേരിട്ട് പോയി 5ഓളം ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ മെമ്പർമാരുൾപ്പെടെ പോയി അവരെ കാണുകയും കുറച്ച് സമയം അവരുമായി പങ്കിട്ടുള്ള അനുഭവങ്ങൾ വൈകുന്നേരം അത് പങ്കുവച്ചിട്ടുണ്ടായിട്ടുള്ള ആ മാനസികമായ ഞങ്ങളുടെ ആ മാനസികമായിട്ടുള്ള സന്തോഷം. കാരണം മരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി മരിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരണമുണ്ട്. പക്ഷെ അതിൽ വരുന്ന വൈകല്യങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു മാനസികമായ സന്തോഷം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ഇനിയും വരുന്ന ക്ലാസ്സുകളെ ആശാ പ്രവർത്തകരെ ഉൾപ്പെടെ സീരിയസ് മെമ്പർമാരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പരിപാടിയിൽ സന്ദേശം നൽകിക്കൊണ്ട് എല്ലാ രോഗികളും നേരിട്ട് കാണാൻ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് പാലിയേറ്റീവ് നമ്മുടെ ഉണ്ടെങ്കിലും അതിലുപരി അവർക്ക് വരുന്ന ആവശ്യങ്ങളുണ്ട്. അത് പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളായ ബീന ടീച്ചർ, OS സജി,
ചേലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനോദ് പന്തലാടി, ബൾക്കീസ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP ഷാജി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എലിശ്ശേരി വിശ്വനാഥൻ, മെമ്പർ പ്രദീപ് നമ്പ്യാത്ത, പഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി, തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനി K ഗോപിനാഥ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു സാന്ത്വനമേകാൻ നമുക്ക് കഴിയുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് പാലിയേറ്റീവ് ദിനാചരണം. സ്നേഹസംഗമത്തിന്റെ ഭാഗമായി രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സാന്ത്വനമേകുന്ന വിവിധ പരിപാടികൾ അരങ്ങേറി. അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ പാലിയേറ്റീവ് പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന സന്ദേശമാണ് ഈ സംഗമം മുന്നോട്ടുവച്ചത്. നിങ്ങളുടെ ഒരു വിളിക്കപ്പുറം ഉണ്ടാകുമെന്നത് ഒരു വെറും ഉറപ്പല്ല, വെറും ഒരു വാക്കായി അല്ലാതെ തന്നെ 24 മെമ്പർമാരും ഉണ്ടാകും, ഒപ്പം ഉദ്യോഗസ്ഥരും എന്നൊരു വാക്ക് മാത്രമാണ് നിങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV.